ഇന്ന് നമ്മളുടെ കൂടെ ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. വളരെ ചെറിയൊരു ഫ്ലവർ മില്ലിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. സൈക്കിളിൽ ഒരുപാട് ദൂരങ്ങളൊക്കെ താണ്ടി പിന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് അന്ന് ഉപ്പ ചെയ്തിരുന്നത്. നെല്ലറ എന്നുള്ള പേരിലല്ല, നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 84-ലാണ്. എൻ്റെ ഉപ്പ MK മൊയ്തുണ്ണി ബാവ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. UAE ഒരു ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പോസിബിൾ ആവും. അപ്പോൾ ഇന്ത്യ പോലുള്ളൊരു കൺട്രിയിലേക്ക് നിങ്ങൾ എക്സ്പാൻഷൻ പ്ലാനൊക്കെ നോക്കുന്ന സമയത്ത് വലിയൊരു കൺട്രിയിൽ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചലഞ്ചായിട്ട് മാറൂലേ? ആഫ്രിക്കക്കാർ കുറേ ആളുകൾ ഈ എരിവുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. അവർ ബിരിയാണിയൊക്കെ എരിവുള്ള ബിരിയാണിയൊക്കെ വന്ന് കഴിക്കും. അപ്പോൾ ഈ കേരളത്തിലേക്ക് എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദുബായിലുള്ള അതേ ക്വാളിറ്റി തന്നെയാണ് അവിടെ ഡെലിവറി ചെയ്യുക? നമ്മൾ വേറൊരു ലെവലിലോട്ട് പോകാന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുണ്ട്. നമ്മൾ ഫ്ലവർ മില്ല് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ദുബായ് മാർക്കറ്റിൽ നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ആത്തിഖ് അബ്ദുള്ള ഫ്ലവർ മിൽ. ദുബായിലൊക്കെ ഉള്ള പോലെ മുനിസിപ്പാലിറ്റിൻ്റെ ചെക്കിംഗ് ഉണ്ടെന്ന് പറയുമല്ലോ. ആ ലെവൽ ഓഫ് ക്വാളിറ്റി കൺട്രികളൊക്കെ നമ്മളെ നാട്ടിൽ വരാൻ ചാൻസ് ഉണ്ടോ, വരാൻ സാധ്യത ഉണ്ടോ? ഹലോ ആൻഡ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് വോയിസ് എ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ കൂടെ ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓണറാണ്. 1000 CR മുകളിൽ ക്ലോക്ക് ചെയ്തിട്ടുള്ള നെല്ലറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതിൻ്റെ പാരൻറ്റ് കമ്പനി ആയിട്ടുള്ള RF കമ്പൈൻ എന്ന കമ്പനിയുടെ ഡയറക്ടർ ആൻഡ് CEO ആയിട്ടുള്ള ഫസലുർ റഹ്മാനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം സർ. താങ്ക് യു. ഹായ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, how big is Nellara in terms of turnover, in terms of strength, in terms of countries that you operate? മോർ ദാൻ 1000 എംപ്ലോയീസ് നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ GCC രാജ്യങ്ങളാണ് നമ്മളെ ഒരു മേജറായിട്ടുള്ള മാർക്കറ്റ്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. കോയമ്പത്തൂർ നമുക്കൊരു സ്പൈസസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലും ചെറിയ രൂപത്തിൽ നമുക്കിപ്പോൾ പിന്നെ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് ഫസലുക്ക ഇപ്പം ശരിക്കും നെല്ലറ ബ്രാൻഡ്? യൂറോപ്പിലുണ്ട്, അതുപോലെ തന്നെ US, കാനഡ ഒക്കെ. എത്ര വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി 1984 ആണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നെല്ലറ എന്നുള്ള പേരിലല്ല, നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 84-ലാണ്. എൻ്റെ ഉപ്പ MK മൊയ്തുണ്ണി ബാവ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം 84 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെല്ലറ എന്നുള്ള ബ്രാൻഡിലോട്ടൊക്കെ നമ്മൾ വന്നിട്ട് ഒരു 20 ഇയേഴ്സിൻ്റെ മേലായിട്ടുള്ളൂ. അതായത് 84 സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അറൗണ്ട് 40 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ലെഗസിയുള്ള ഒരു കമ്പനിയാണ് ആക്ച്വലി. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നെല്ലറയുടെ ഒരു കഥ? എങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ഫോളോവേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടാവും? കാരണം അധികം മലയാളികളും ഈ ഒരു ബ്രാൻഡ് കേട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. നെല്ലറയുടെ പിന്നാമ്പുറത്തുള്ള കഥകളും ഏകദേശം ഇത്ര ലെഗസിയുള്ള ഒരു കമ്പനി എങ്ങനെ വളർന്നു വന്നു എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. സോ അതെ, തീർച്ചയായിട്ടും. ഇത് എൻ്റെ ഉപ്പ 84 സ്റ്റാർട്ട് ചെയ്തു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈറയിലെ ഫ്രിജുമുറാർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലത്ത് വളരെ ചെറിയൊരു ഫ്ലവർ മില്ലിൽ നിന്നാണ് നമ്മുടെ തുടക്കം. ഏതൊരു കമ്പനിയും തുടങ്ങുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു വീട് വെക്കുമ്പോൾ പിന്നെ വീട് വെക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വെച്ച വീടിൻ്റെ കൂടെ ഒരു മുറി അധികം എടുക്കാൻ നമുക്ക് ചിലപ്പോൾ വലിയ പ്രയാസം. അപ്പോൾ അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. സൈക്കിളിൽ ഒരുപാട് ദൂരങ്ങളൊക്കെ താണ്ടി പിന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് അന്ന് ഉപ്പ ചെയ്തിരുന്നത്. 84-ല്. അപ്പോൾ കിട്ടുന്ന ഓർഡർ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ സെയില് ഷോപ്പ് പൂട്ടിയിട്ട് ഈ സൈക്കിളുമാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും GCC എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വണ്ടിയിൽ ചൂട് സമയത്ത് പോലും പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടുള്ള സമയത്താണ് സൈക്കിളിലൊക്കെ പോയി ഇത്രയും വലിയൊരു സെയിൽ നടത്തി ഇങ്ങനെ ഒരു എംപയർ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പോൾ ആ ഒരു രീതിയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ 86-ല് ഉപ്പാൻ്റെ കസിൻ ഉണ്ട്, അബ്ദുള്ള എന്നാണ് പേര്. അദ്ദേഹത്തെ കൊണ്ടുവന്നു.
എന്നിട്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ ചെറിയൊരു വണ്ടിയൊക്കെ മേടിക്കാൻ ഒക്കെ തുടങ്ങി, അങ്ങനെയൊക്കെ മേടിച്ചത്. 2 വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന് 2 വർഷമല്ല, 2 വർഷത്തിന് ശേഷം ആൾ വന്നു, അബ്ദുള്ള വന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ഒരു സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ മേടിച്ച്. അബ്ദുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ണിക്കാന്ന് ഞങ്ങൾ വിളിക്കാം. അപ്പോൾ ആളെ കൊണ്ട് പിന്നെ ഉപ്പന്നെ ലൈസൻസ് ഒക്കെ എടുപ്പിച്ചു. എന്നിട്ട് ആളെ സെയിൽസ്മാൻ ആക്കിയിട്ടാണ് പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക്. ആദ്യത്തെ എംപ്ലോയി എന്ന് പറയാൻ ശരിക്കും ഉണ്ണിക്കായിട്ടാണ് വരുന്നത്. ആദ്യത്തെ എംപ്ലോയി ഒരു വേറെ തന്നെ സ്റ്റാഫ് ഉപ്പാന്റെ കൂടെ ഉണ്ടായിരുന്നു, 1-2 പേരുണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. ഉണ്ണിക്ക പിന്നീട് ഉപ്പാന്റെ വിസ എടുത്ത് കൊണ്ടുവന്നാണ്, ഓൺ കസിനാണ്. പിന്നെയാണ് ഷംസുക്ക എത്തുന്നത് അല്ലേ? ഷംസുക്ക പിന്നെ 92 വന്നു. 92 വന്ന് പിന്നെ ഷംസുക്കക്ക് വേണ്ടി പിന്നെ വേറൊരു വണ്ടി എടുത്തു. അതുപോലെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നു 19ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് അവിടെ. അതെ, ഷംസുക്ക കോളേജ് പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഉപ്പ വിസ എടുത്ത് നേരം, അന്ന് അങ്ങനെയാണല്ലോ, വിസ ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നൊരു സിസ്റ്റമാണ്. അങ്ങനെ കൊണ്ടുപോയി. പിന്നെ എൻ്റെ അമ്മാവനാണ് ഷംസുക്ക എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മാവനാണ്. പിന്നെ മാമനെ കൊണ്ട് ഉപ്പ ലൈസൻസൊക്കെ എടുപ്പിച്ചു. അതിനുശേഷം വേറൊരു വണ്ടി എടുത്തു, ഡെലിവറി വെഹിക്കിൾ എടുത്തു. അതിൽ മാമനോട് സെയിൽസ്മാനായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് മാമൻ സെയിൽസിലോട്ട് ഇറങ്ങുന്നത്. പിന്നെ അവിടുന്ന് ഒരു 2004 പിന്നെ നെല്ലറ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഷംസുക്കയാണ് ആ ഒരു ആശയം പറയുന്നത്. എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്? നമ്മൾ ആ സമയത്ത് ഒരു ഹോൾസെയിലായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു സംവിധാനമാണ് നമുക്കുണ്ടായിരുന്നത്. ഒരു ഫ്ലവർ മില്ലാണ്, ടിപ്പിക്കൽ ഫ്ലവർ മില്ല്. അതിൽ നമുക്ക് ഇതുപോലെ കറി പൗഡേഴ്സ് ഒന്നും അങ്ങനെ, റോസ് ഫ്ലവർ എന്നുള്ള ബ്രാൻഡ് നമുക്ക് 86 തൊട്ട് ഉണ്ട്. അപ്പോൾ 86 തൊട്ട് ആ ബ്രാൻഡ് ഉണ്ടെങ്കിലും അതങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. പിന്നെ റോസ് ഫ്ലവർ എന്നായിരുന്നു ആ ബ്രാൻഡിന്റെ പേര്. അതാണ് ആദ്യമായിട്ട് നമ്മൾ ഉപ്പായിട്ട് തുടങ്ങിയ ബ്രാൻഡാണ് അത്. ഈ റോസ് ഫ്ലവർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മളൊരു പുറം രാജ്യത്ത് പോയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ശരിക്കും ആരായിരുന്നു? നമ്മൾ അറബികളായിരുന്നു അല്ലെങ്കിൽ നമ്മളെ മലയാളികളെ തന്നെ ആയിരുന്നു ബേസ് ചെയ്തിട്ട്? അത് അറബികളും ഇന്ത്യൻസും എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കാം. നമുക്ക് എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. കാരണം അതിന് നമുക്ക് ഏതെങ്കിലും ഒരു പിന്നെ റീജിയണൽ ഫുഡ് അല്ല, നമുക്ക് കോമൺലി എല്ലാ ഐറ്റംസും അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് നമുക്ക് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ, വൈഡായിട്ടല്ലെങ്കിലും ചെറിയ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് റോസ് ഫ്ലോറിൽ നിന്നാണ് RF കമ്പൈൻ എന്നുള്ള നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പേര് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ലാസ്റ്റിലേക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവും അല്ലേ? മൊത്തത്തിൽ അത് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ പിന്നെ സ്ട്രക്ചർ ചെയ്യുന്നത് ലാസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നെല്ലറ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഫുഡ് പ്രോഡക്ട്സ് പലതും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫെക്ഷൻ പോയിന്റ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പ്രോഡക്ട്സോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിൽ സെയിലാവുകയും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിൽ റിസൾട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ഓർമ്മയുണ്ടോ? 2005 ബിസിനസ്സിലേക്ക് പിന്നെ ഫസ്റ്റിലൊക്കെ എൻ്റർ ചെയ്യുന്നത് അല്ലേ? ഞാൻ ഇപ്പോൾ 20 വർഷത്തോളം ആയി ദുബായിലേക്ക് പോയിട്ട്. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ വേറൊരു ലെവലിലോട്ട് പോകാന്ന് പറയുമ്പോൾ അത് 2 രൂപത്തിലുണ്ട്. നമ്മൾ ഫ്ലവർ മില്ല് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ദുബായ് മാർക്കറ്റിൽ നമ്മൾ അറിയപ്പട്ടിരുന്നത്. ആത്തിഖ് അബ്ദുള്ള ഫ്ലവർ മിൽ എന്നാണ് നമ്മുടെ കമ്പനി പേര്. അത് ആ ഒരു ഇപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി അത് തന്നെയാണ്. ഇപ്പൊ ദൈറയിലല്ല, ദൈറയിലാണ് തുടങ്ങിയത്. ഇപ്പൊ അത് ദുബായ് തന്നെ വേറൊരു സ്ഥലത്താണ് ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി UAE ദുബായിൽ ആ പേര് തന്നെയാണ്. മാർക്കറ്റിംഗ് കമ്പനി നമ്മൾ റോസ് ഫ്ലവർ എന്നുള്ള പഴയ ബ്രാൻഡിന്റെ പേരിൽ നമ്മൾ വേറൊരു കമ്പനി ഫോം ചെയ്തു, റോസ് ഫ്ലവർ ജനറൽ ട്രേഡിംഗ്. അതാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെല്ലറ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് വന്നതിന് ശേഷം നമുക്കൊരു ബ്രാൻഡിങ് ലെവലിൽ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. എന്തായിരുന്നു ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മൾ റെസിപ്പി പൗഡേഴ്സ് ആണ് നമ്മൾ ഇറക്കിയത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ്, വീറ്റ് പുട്ടുപൊടിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പിന്നെ തുടങ്ങിയ മുതൽക്ക് തന്നെ നമുക്ക് പേരുള്ളൊരു ഐറ്റമാണ്. പിന്നെ GCCയിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷനുള്ള ഒരു കമ്പനി നമ്മൾ തന്നെയാണ് ആ സമയത്ത് നമ്മൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഡയറക്റ്റ് പൗഡേഴ്സും ഒക്കെ ആയിട്ട് ഇപ്പോൾ കുറേ കമ്പനികളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നമ്മളൊരു ബ്രാൻഡിങ് ലെവലിലോട്ട് വരുമ്പോൾ കേരളത്തിലും കൂടി പ്രസൻസ് ഉള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്ഷൻ ഉള്ളത് നമുക്ക് മാത്രമാണ്. അവിടെ ഈ അൽമറ, അൽ റവാബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ബ്രാൻഡ്സ് ഒക്കെ അവർ ഈ സെയിം ഇല്ല, അവർ വേറെ കാറ്റഗറിയാണ്. ഓക്കെ. ഡയറി ഫാം
ഡയറി ജ്യൂസ് അങ്ങനെയൊക്കെയാണല്ലോ ബിവറേജസ്. ഓക്കെ. അപ്പോൾ ഏകദേശം ഏത് സമയമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വി ഹാവ് ഹിറ്റ് ദ ജാക്ക് പോട്ട്, അല്ലെങ്കിൽ വി ഹാവ് ഡൺ ദ റൈറ്റ് തിങ്, ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള നമ്മൾ നമ്മൾ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം ആ സമയത്ത് വേറെ പ്രൊഡക്ഷൻ കമ്പനികളൊന്നും, എല്ലാവരും നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു ദുബായിലോട്ട്. പക്ഷെ ആ സമയത്താണ് നമ്മൾ ദുബായിൽ തന്നെ നമ്മൾ പിന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മളവിടെ വിപണിയിലോട്ട് ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ ആദ്യത്തെ കമ്പനി നമ്മളാണ്. ഇപ്പോഴും അങ്ങനെ നോർത്ത് ഇന്ത്യൻ സെഗ്മെന്റ്സിലൊക്കെ ഉണ്ടെങ്കിലും പാകിസ്ഥാനി സെഗ്മെന്റിലൊക്കെ ഉണ്ടെങ്കിലും ഒരു ടിപ്പിക്കൽ കേരള പ്രോഡക്റ്റ് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ വസലുക്ക, ശരിക്കും സൈക്കിളിൽ പോയി സെയിൽ ചെയ്ത് നിന്ന ആ ഒരു പീരീഡിൽ നിന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റ് ശരിക്കും നെല്ലറക്കുണ്ട്. ഈ ഒരു സമയത്ത് ഇത്രയും ബ്രോഡായിട്ട് നിങ്ങൾ നമ്മൾ സെയിൽ ബിസിനസ് നടത്തുന്ന സമയത്ത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സോഴ്സിംഗ് ഒക്കെ നിങ്ങൾ എവിടെ നിന്നാണ് ചെയ്യുന്നത്? നമുക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉള്ളത് ദുബായിലും അതുപോലെ കേരളത്തിലുമാണ്. അപ്പോൾ ദുബായിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ദുബായിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറേ ഐറ്റംസ് കേരളത്തിൽ. അപ്പോൾ ദുബായിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ആണ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കേരളത്തിലാകുമ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് തന്നെ നമ്മൾ എടുക്കാം. നമുക്ക് അതിന് ടീമുണ്ട്, പർച്ചേസ് ടീമുണ്ട്. പിന്നെ നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട്, കാരണം ഓരോന്നിനും ഓരോ സീസണുണ്ട്. ആ സീസണിൽ നമ്മൾ പോയി നേരിട്ട് ബൾക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത്, ഇപ്പോൾ മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾഡ് സ്റ്റോറിൽ 1 ഇയറിന് ഉള്ളത് മൊത്തത്തിൽ മേടിച്ച് വെക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി കിട്ടിയ ഫീഡ്ബാക്സ് ഒക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ പ്രൊഡക്ട്സ് ഇറക്കിയതിന് ശേഷം ഇതുവരെ നമ്മൾ മാർക്കറ്റിൽ കണ്ടതിനേക്കാളും ബെസ്റ്റ് ക്വാളിറ്റി, അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ ഉണ്ടോ? ഫസ്റ്റത്തെ ക്വാളിറ്റിയിൽ നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ക്വാളിറ്റി നമ്മൾ അന്നും ഇന്നും അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇത്തരം ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ, പിന്നെ എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് നമ്പേഴ്സും, അത്രയും ബ്രാൻഡുകളുണ്ട്. പിന്നെ ഓരോരോ കൺട്രീസിലും വേറെ വേറെ ബ്രാൻഡുകളുണ്ട്. പിന്നെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിലും കൂടുതലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ശരിക്കും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു ഷാർക്കിനെ കിട്ടുമ്പോൾ ചോദിക്കാൻ വെച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ ദുബായിലായിരുന്ന സമയത്ത്, ഞാൻ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് ദുബായ് എന്ന് പറഞ്ഞാൽ പല വിധത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പം ഈ ആഫ്രിക്കൻസ് ആണെങ്കിലും മറ്റ് യൂറോപ്യൻസ് ആണെങ്കിലും പല പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ തനത് ഫുഡായുള്ള പൊറാട്ടയും പുട്ടും ഇതൊക്കെ അടിച്ചു മാറുന്നൊക്കെ ആയിട്ട് കാണാം. ശരിക്കും ഇവർ നമ്മളെ ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യല്ലേ? അത് നമ്മുടെ തനതായിട്ടുള്ള ഫുഡിനെ ഇവർ എത്രത്തോളമാണ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് നെല്ലറ എന്നുള്ള പേരിൽ ദുബായിൽ നമുക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളുടെ പൊറോട്ട, അതുപോലെ തന്നെ ബീഫ് കറി, അതുപോലെ ബട്ടർ ചിക്കൻ, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ അറബ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അറബ്സിന് മാത്രമല്ല, മറ്റുള്ള രാജ്യക്കാരും ആഫ്രിക്കൻസ് ഒക്കെ വരാണ്. ആഫ്രിക്കക്കാർ കുറേ ആളുകൾ ഈ എരിവുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ എരിവുള്ള ബിരിയാണിയൊക്കെ വന്ന് കഴിക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെല്ലറ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കേരള റെസ്റ്റോറൻ്റ് ആണ് തോന്നും എന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ ഒരു ഫ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ അതേപോലെ നെല്ലറ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഷ് ഇറക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെല്ലറ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെസിപ്പി പൗഡേഴ്സിൽ ആണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഫ്ലോർ മില്ലിൽ നിന്ന് റെസിപ്പി പൗഡേഴ്സിൻ്റെ ഒരു ബ്രാൻഡിലേക്ക് എത്തുന്നു. പിന്നെ ആ ബ്രാൻഡ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പല ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിലേക്ക് ഇറങ്ങണം. ആ സെയിം വേർട്ടിക്കലിൽ ഫുഡിൽ തന്നെ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ എത്തി. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ റെഡി ടു കുക്ക് RTC എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഈസി ആയിരുന്നു ശരിക്കും ഒരേ കാറ്റഗറിയിലുള്ള ബാക്കി പ്രോഡക്ട്സിലേക്ക് മൂവ് ചെയ്യുന്നത്? കാരണം ഓരോന്നിനും സെപ്പറേറ്റ് ഫാക്ടറി, സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ ഇത് ചെയ്യാനറിയാവുന്ന സെപ്പറേറ്റ് ആളുകളെ വേണം, റിസോഴ്സസ് അവൈലബിലിറ്റി. അപ്പോൾ ഇതൊക്കെ മാറ്റർ അല്ല. അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു എക്സ്പാൻഷൻ പോസിബിൾ ആയോ, അല്ല ടൈം എടുത്ത് മെല്ലെ ആയിരുന്നോ അതിലേക്കൊക്കെ മൂവ് ചെയ്തത്? എങ്ങനെയായിരുന്നു അത് എക്സ്പീരിയൻസ് ഓർത്തെടുക്കുമ്പോൾ? RTC ഡിവിഷൻ നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ
വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഗതി ആയിരുന്നില്ല. അതിൻ്റെ ഒരു ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിന് വേണ്ടി നമ്മളൊരു സെൻട്രൽ കിച്ചൺ ചെയ്തു. ഈ സെൻട്രൽ കിച്ചൺ ആ കോൺസെപ്റ്റ് നമ്മൾ വേണ്ട രൂപത്തിൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സത്യത്തിലൊരു പരാജയത്തിൽ നിന്നാണ് ഈ നമ്മുടെ RTC ഒരു പിന്നെ വേറെ തന്നെ ഒരു ഡിവിഷൻ ആയി വരുന്നത്. ഒരു പരാജയത്തിൽ നിന്നാണ് ആക്ച്വലി അത്. പിന്നെ അത് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ സെൻട്രൽ കിച്ചൺ നമ്മൾ ചെയ്തപ്പോൾ അത് പരാജയപ്പെട്ടു. അപ്പോൾ നമുക്ക് തോന്നി ഇത് പൊറോട്ട തവ ഉണ്ട്, പിന്നെ എന്താ പറയുക ദോശ ബാറ്റർ ഉണ്ടാക്കാൻ ഗ്രൈൻഡർ ഉണ്ട്, എല്ലാതും ഉണ്ട് അവിടെ. നമുക്കൊരു പാക്കിംഗ് മെഷീൻ മാത്രം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 വണ്ടി 3 പിന്നെ ഡെലിവറി വെഹിക്കിളും മേടിച്ചാൽ നമുക്ക് വെറുതെ ഒരു ട്രൈ നോക്കിയാൽ എന്താ എന്ന് നമ്മളെ ഡിസ്കഷനിൽ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് തോന്നി ശരിയാണല്ലോ അങ്ങനെ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് പക്ഷെ അത് തുടങ്ങിയതോടുകൂടിയിട്ട് നമുക്ക് വെറും 3000 സ്ക്വയർ ഫീറ്റ് 3300 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ സെൻട്രൽ കിച്ചൺ ഉണ്ടായിരുന്നത്. പിന്നെ ഈ 3 വെഹിക്കിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തത് ഒരു 1.5 വർഷം കൊണ്ട് 19 വെഹിക്കിളിലേക്ക് എത്തി. അതിനുശേഷം പിന്നെ നമ്മൾ ഉമ്മുൽക്കോയ് എന്ന് പറയുന്ന വേറെ തന്നെ ഒരു എമിറേറ്റ് ഉണ്ട് ദുബായിനോട് ചേർന്നിട്ട്. അവിടത്തേക്ക് നമ്മളതൊരു 30,000 സ്ക്വയർ ഫീറ്റിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പം നമുക്കൊരു 60 വെഹിക്കിൾസ് UAE മൊത്തത്തിൽ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെലിവറിയും ഷെൽഫ് ലൈഫിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? ദുബായിൽ നിങ്ങൾക്ക് എത്ര ടൈം കൊണ്ടൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റും? ഫ്രഷ് പ്രോഡക്റ്റ് ആണ് ആക്ച്വലി, ഫ്രഷ് പ്രോഡക്റ്റ് ആണ്. ഇതൊരു 5 days ഒക്കെ ഷെൽഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. പിന്നെ ചില്ലറിലാണ് നമ്മൾ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചില്ലർ ഫെസിലിറ്റി ഉള്ള ഡെലിവറി വാൻസ് ആണ്. ഈ RTC ഡിവിഷനെ പറ്റി പറയുമ്പോഴാണ് ശരിക്കും ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പല പ്രമുഖ കമ്പനികളും വലിയ രീതിയിൽ അവരുടെ ആ ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവിനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 minutes ഡെലിവറി ആയിക്കോട്ടെ, ഇപ്പോൾ ഈ അടുത്തൊരു ബ്രാൻഡ് 5 അമ്മമാരെയൊക്കെ വെച്ചിട്ട് ഫുഡ്സ് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ. അങ്ങനെ ഈ ഒരു പുതിയ ഡിവിഷനിലേക്ക് ഇറങ്ങുമ്പം വലിയ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലും GCCയിലും നല്ലൊരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിലവിൽ ഈ ഫ്രഷ് ഫുഡ് RTC നമുക്കുള്ളത് UAE മാത്രമാണ്. ഇപ്പോൾ UAE നമ്മൾ പിന്നെ ദോശ ടേസ്റ്റിങ്ങിൻ്റെ പല ക്യാമ്പയിൻസും നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട, ഇത് അറബ്സ് വരെ ഇപ്പോൾ പണ്ട് കുബൂസ് കഴിച്ചിരുന്നു, ഇപ്പോൾ പൊറോട്ട കഴിക്കുന്നതിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മൽഹാർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലും കൂടി നമ്മൾ ഈ പൊറോട്ട നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മൽഹാർ എന്ന് പറയുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്പൈസസും അതുപോലെ അറബിക് സ്പൈസസും ഒക്കെ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ, പാകിസ്ഥാനി, അറബ്സ്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ. അപ്പോൾ നമുക്ക് പൊറോട്ട അറബികൾ നെല്ലറ ബ്രാൻഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് നെയിമും കൂടെ കൊടുത്ത് അവർക്കും കൂടെ പിന്നെ ഫെമിലിയർ ആയിട്ടുള്ളൊരു നെയിം കൊടുക്കുമ്പോൾ നമുക്ക് അതിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബ്രാൻഡും കൂടെ മൽഹാർ എന്നുള്ള ബ്രാൻഡ്. നമ്മൾ ദോശ ബാറ്റർ ഓൾറെഡി നമ്മൾ ഇറക്കി കഴിഞ്ഞു, അത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നെല്ലറ കുട്ടിക്കുക്ക് എന്ന് പറയുന്നൊരു ഇവൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട് ഒരു വർഷത്തിലൊരിക്കൽ. അതിൽ കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുക്കിംഗ് ഒരു കോമ്പറ്റീഷൻ ഷോ ആണ് അത്. പിന്നെ GCC മോളുകളിലാണത് കണ്ടക്ട് ചെയ്യാറുള്ളത്. ലുലു, നെസ്റ്റോ ഒക്കെ പോലത്തെ പിന്നെ മോളുകളിൽ കണ്ടക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ റെഡി ടു കുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഇത് നമ്മൾ റീസെൻറ്റ് കണക്കുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 5,000 CR അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സ്പേർട്ട് പറയുന്ന അടുത്തൊരു 5 വർഷം കൊണ്ട് 45% ഗ്രോത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നൊക്കെയാണ്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു വെർട്ടിക്കൽ റെഡി ടു കുക്ക് RTC എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡലാണ് ഇനി അങ്ങോട്ട് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ പോകുന്നത്. അതിന് നല്ല സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ സ്പൈസസിലും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സിലൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് നിലവിലുള്ള വലിയ വലിയ ബ്രാൻഡുകളൊന്നും അങ്ങനെ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ GCC രാജ്യങ്ങളിലും കേരളത്തിലൊക്കെ ഇതിന് നല്ല സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ ഉൾപ്പെടെ GCCയിൽ ബാംഗ്ലൂരും അതുപോലെ തന്നെ GCCയിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്ക്
പ്ലാനുകളുണ്ട്, അതിൻ്റെ ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും അത് നമുക്ക് ഫുഡ് ഇൻഡസ്ട്രീനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു ചേഞ്ച് ആണല്ലേ. കാരണം പണ്ടൊക്കെ ആൾക്കാർ കാരണവന്മാരൊക്കെ പറയില്ലായിരുന്നു നമ്മൾ അമ്മിയിൽ അരച്ചിട്ട് തന്നെ കഴിച്ചാലേ അതിൻ്റെ ഒരു സ്വാദ് കിട്ടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിന്ന് ഇപ്പം റെഡി ടു കുക്കിലേക്കൊക്കെ വരുമ്പം അത്രത്തോളം ആളുകൾ ആ ചേഞ്ച് ഇവോൾവ് ചെയ്യുകയല്ലേ. അപ്പോൾ ഈ ഒരു മാറ്റമൊക്കെ ഇനി എനിക്ക് തോന്നുന്നു 5 വർഷമൊന്നും എടുക്കില്ല, അതിന് മുന്നേ തന്നെ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അത് നല്ല സാധ്യത അതിലുണ്ട്. അല്ല, ഇനീഷ്യൽ ടൈമിലൊക്കെ നമ്മൾ ഈ മെട്രോ സിറ്റീസിലൊക്കെ മാത്രമായിരുന്നു ഈ റെഡി ടു കുക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ബ്രാൻഡ് തന്നെ അവർക്ക് ബാംഗ്ലൂരാണ് മെയിനായിട്ടുള്ളൊരു പ്ലാൻ ഉള്ളത്. ഇത് ശരിക്കും ആർട്ടിസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മാറ്റർ ആണല്ലോ. അപ്പോൾ UAE ഒരു ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പോസിബിൾ ആവും. അപ്പോൾ ഇന്ത്യ പോലുള്ളൊരു കൺട്രിയിലേക്ക് നിങ്ങൾ എക്സ്പാൻഷൻ പ്ലാനൊക്കെ നോക്കുന്ന സമയത്ത് വലിയൊരു കൺട്രിയിൽ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചലഞ്ചായിട്ട് മാറൂലേ? UAE ക്ലൈമറ്റും ഇന്ത്യയിലെ ക്ലൈമറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. UAE ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ 8 മാസത്തോളം പിന്നെ അത്യാവശ്യം നല്ല ചൂടും ബാക്കി 4 മാസം മാത്രമേ നമുക്കൊരു തണുപ്പ് പറയാൻ പറ്റുന്നതുള്ളൂ. അപ്പോൾ അവിടെ നമുക്കിത് സാധ്യമാകും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ വളരെ എളുപ്പത്തിൽ സാധ്യമാകും. ഓക്കെ, ഫസ്റ്റിലൊക്കെ അവിടെ അപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സിറ്റീസിലും ഓരോ മെയിനായിട്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ സെപ്പറേറ്റ് ഫാക്ടറീസ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വെക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, ഉണ്ടാവില്ല. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹ്യൂജ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരൊറ്റ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറക്കാൻ കുറച്ചും കൂടെ സഹായക ആവുക അങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ സോഫർ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ നല്ല രീതിയിലേക്ക് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞു. UAE നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് വേസ്റ്റേജ് ഈ ഒരു RTCയിൽ ശരിക്കും വരുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? നമുക്കിത് കോസ്റ്റാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതും ഇതും തമ്മിൽ നോക്കിയാൽ ഇതാണ് നമുക്ക് ലാഭകരമായിട്ട് വരിക. പിന്നെ ഇതിൽ റിട്ടേൺസ് സ്വാഭാവികമായിട്ടും വരും, പക്ഷേ റിട്ടേൺസ് നമ്മൾ വേറെ രൂപത്തിൽ തന്നെ നമുക്കത് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ UAE നമുക്ക് പിന്നെ മറ്റേ ഫാമുകളുണ്ട്, അതുപോലത്തെ അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. ഓക്കെ, സ്പീക്കിംഗ് ഓഫ് റിട്ടേൺസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെയിം കമ്പനിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലാസ്റ്റ് 2 ഫിസിക്കൽ ഇയറിൻ്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് റവന്യൂ ഡ്രാസ്റ്റിക്കായിട്ട് കൂടിയതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതേപോലെ തന്നെ അവർക്ക് എക്സ്പെൻസും കൂടിയിട്ടുണ്ട്. നെറ്റ് അവർ ലോസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 2 വർഷം. അപ്പോൾ ഈ RTC എന്ന് പറയുന്നത് ഏകദേശം എത്ര കാലമൊക്കെ എടുത്തിട്ടേക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും? ഇപ്പോൾ ഒരു ചെറിയ പ്ലെയർ ഇപ്പോൾ RTCയിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കിത് എത്ര ഫീസിബിൾ ആയിരിക്കും? അത് ഇതിൻ്റെ 2 രീതിയിലാണ്. ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കത് റിട്ടേൺ കുറച്ച് സമയം നമുക്ക് എടുക്കും. അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹ്യൂജ് മാർക്കറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതേ അവസരത്തിൽ നമ്മൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യും, നമുക്കിത് പിന്നെ 10,000 സ്ക്വയർ ഫീറ്റിൽ നമുക്കിത് ചെയ്യാം. 10,000 അല്ലെങ്കിൽ നമ്മൾ ഇത് പിന്നെ ഒരു 30,000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ചെയ്യുന്ന ഒരു സംഗതി എങ്ങനെ നമുക്കൊരു 5,000 സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. 30,000 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പിന്നെ കപ്പാസിറ്റി, അതിൽ പ്രൊഡക്ഷൻ കിട്ടുന്നൊരു പ്രൊഡക്ഷനും അതേ പ്രൊഡക്ഷൻ നമുക്കൊരു 5,000 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. കോസ്റ്റ് കുറയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഇത് എത്ര പെട്ടെന്ന് നമുക്ക് ലാഭകരമാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അറിവ് വളരെ പ്രധാനമാണ്. ഓക്കെ, ഇന്ത്യയിൽ എങ്ങനെ തുടങ്ങുമെന്ന് ചോദിച്ചല്ലോ. ശരിക്കും ഒരു മലയാളി തുടക്കമായിട്ട് ഇപ്പോൾ 4 ഡയറക്ടേഴ്സ് ആണെങ്കിലും മലയാളി, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളും എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് മലയാളികൾ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബ്രാൻഡായിട്ട് പോലും നിങ്ങളുടെ മെജോറിറ്റി ബിസിനസ് നടക്കുന്നത് UAE GCC പോലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം എന്തുകൊണ്ട് കേരളത്തിലേക്ക് വലിയ രീതിയിൽ എക്സ്പാൻഷൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ കേരളത്തിൽ തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് നടത്താനും ബുദ്ധിമുട്ടായതുകൊണ്ടാണോ? ശരിക്കും അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലോ. കേരളത്തിൽ നമുക്ക് ഒരുപാട് GCCയിലേക്കാളും ഒരുപാട് ബ്രാൻഡുകൾ നിലവിലുണ്ട്. എങ്കിൽ പോലും നമ്മൾ 2008 മുതൽ നമുക്കിവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ തന്നെ ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് നമ്മൾ മറ്റുള്ള
ജില്ലകളിലേക്ക് നമ്മൾ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ കുറച്ചും കൂടെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ഒക്കേഷൻ? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഫോളോവേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസരമാണ് കേട്ടോ. കാരണം നെല്ലറ പോലുള്ള ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ചാൻസ് ആയിട്ട് എടുക്കാൻ. നമ്മളെ നാട്ടിൽ തന്നെയുള്ള വേറൊരു ബ്രാൻഡ് ഇതേപോലെ ഒരു എന്താ പറയുക പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തതിനൊക്കെ ഒരു ലോ സ്യൂട്ടൊക്കെ നേരിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു സൗത്ത് സൈഡിലുള്ള. ഞാൻ ബ്രാൻഡ് മെൻഷൻ ചെയ്യുന്നില്ല. സോ ഇപ്പോൾ റെഡി ടു കുക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റെസിപ്പി പൗഡേഴ്സിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മളെ ദുബായിലുള്ള ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ കിട്ടാറില്ല. അത് ഏത് ബ്രാൻഡ് എന്തിനെ എടുത്ത് നോക്കിയാലും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നെല്ലറ അത് എത്ര വിജിലൻ്റായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്? നമുക്ക് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ആ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അതിനൊരു ടീം തന്നെയുണ്ട്, ചെറിയൊരു ടീമല്ല. നമ്മൾ പ്രോഡക്റ്റ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തും ഒക്കെ ഫുൾ നമ്മൾ ടീമിൻ്റെ പ്രസൻസിലാണ് ഇതെല്ലാം നടക്കുന്നത്. പിന്നെ GCC രാജ്യങ്ങളിൽ ദുബായ് പോലത്തെ ഒരു രാജ്യത്ത് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം സെയിൽ ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമില്ല. നമുക്ക് എന്തൊരു സാധനം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് മീറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ എന്തൊരു സാധനം അവിടെ ഇറക്കാനും അത് വിൽക്കാനും സാധ്യമാവുള്ളൂ. നെല്ലറനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യു എയിൽ സെയിൽ ചെയ്യുന്നതും കേരളത്തിൽ സെയിൽ ചെയ്യുന്നതും ഒരേ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അവിടെ ദുബായിലൊക്കെ ഉള്ള പോലെ മുനിസിപ്പാലിറ്റിൻ്റെ ചെക്കിംഗ് ഉണ്ടെന്ന് പറയുമല്ലോ. ആ ലെവൽ ഓഫ് ക്വാളിറ്റി കൺട്രോളൊക്കെ നമ്മളെ നാട്ടിൽ വരാൻ ചാൻസ് ഉണ്ടോ, വരാൻ സാധ്യതയുണ്ടോ? അത് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ ആണല്ലോ അതിന് മറുപടി പറയേണ്ടത്. അതെ. നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ ഈ ലെയ്സൊക്കെ നമ്മളെ നാട്ടിൽ ലെയ്സ് ഉണ്ടെങ്കിലും പല കൺട്രീസിലും ലെയ്സ് നിരോധിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഫുഡ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. പുള്ളി ലേബൽ പടയെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന വലിയ വലിയ ബ്രാൻഡുകൾ പോലും അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പല ക്യാപ്ഷൻസും ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിൽ നമ്മൾ ലാബിൽ പോയി നോക്കുന്ന സമയത്ത് പല സാധനങ്ങളും നമുക്ക് എന്താ പറയുക കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇവാലുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് നെല്ലറയുടെ പ്രോഡക്ട്സ് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാസ്സാകാൻ പറ്റും, നമ്മളെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ളത് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ശരിക്കും നെല്ലറ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പറയാൻ പറ്റും? 100% കോൺഫിഡൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GCC രാജ്യങ്ങളിലൊക്കെ സ്പെക്ക് ഉണ്ട്, മുനിസിപ്പാലിറ്റി സ്പെക്ക് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഏതൊരു സാധനം നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന നിരയിലുള്ള ബ്രാൻഡുകളൊക്കെ അത്തരം ബ്രാൻഡുകളായിട്ട് നമുക്ക് നേരിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സെയിം ക്വാളിറ്റിയിലാണ് നമ്മൾ ലോക്കൽ മാർക്കറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. പിന്നെ ദുബായിൽ നമ്മൾ ഫ്രഷ് ഫുഡ് ഡിവിഷൻ ഉണ്ട്, RTC ഡിവിഷൻ. അതിൽ നമ്മൾ പൊറോട്ട, ചപ്പാത്തി എല്ലാം നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അത് അവിടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹൈജീനിക് ആയിരിക്കും, കാരണം നമ്മൾ മെഷീനറീസ് ആണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കൈ കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അതിൽ നിന്ന് മാറി നമ്മൾ എല്ലാത്തിനും മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫസലുക, പല ആളുകളുടെയും ഞാനൊരു ഇതിൽ പറയാത്തൊരു എക്സ്ട്രാ ചോദ്യം ചോദിക്കുകയാണ്. പല ആളുകളും ചെറുപ്പം തൊട്ടേ രണ്ട് രീതിയിലാണ് അവരുടെ കരിയർ ചൂസ് ചെയ്യുക. ഒന്ന് അവർ പാഷൻ്റെ പുറകെ പോയിട്ടൊരു കരിയർ ചൂസ് ചെയ്യും. രണ്ടാമത് അവർ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്തേ മതിയാവും എന്നുള്ള രീതിയിൽ ഒരു കരിയർ ചൂസ് ചെയ്യും. ശരിക്കും ഫസലുക്ക ഒരു ഓൺട്രപ്രണർ ആവണമെന്ന് ചെറുപ്പത്തിലെ എങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു? സത്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ പിന്നെ ശരിക്കുള്ള ഉത്തരം. നമ്മൾ ഇതിൻ്റെ ഉപ്പ തുടങ്ങിയ ഒരു കമ്പനിയിൽ അങ്ങനെ ഭാഗമാവല് എന്താ പറയുക, നമ്മൾ വലുതാകുമ്പോൾ അങ്ങനെയാണല്ലോ, അത് ആവശ്യമായി വന്നപ്പോൾ അങ്ങനെ ആയി എന്നുള്ളതാണ്.
ചെറുപ്പത്തിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ? നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയാണ് നമ്മളെ വീട്ടിൽ പഠിപ്പിക്കുക. എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും വേണ്ടിയാണ് പഠിപ്പിക്കുക. എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഞാൻ എഞ്ചിനീയറാണ്, പിന്നെ ചെന്നൈയിലാണ് പഠിച്ചതൊക്കെ. അതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് വന്നത്. ഓക്കെ, ബിസിനസ്സിലേക്ക് 2005 ഫസലുക്ക എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി ബിസിനസ്സാണ്, ഉപ്പ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. പക്ഷേ എന്നാൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു റോളിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മെല്ലെ മെല്ലെ ആണ് ഒരു CEO ഡയറക്ടർ പൊസിഷനിലേക്കൊക്കെ പിന്നെ എത്തുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ഇയേഴ്സ് എടുത്തിട്ട് ഒരു പൊസിഷനിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ടോ? അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും നമ്മൾ പേരൻസ് കുട്ടികളെ അവരുടെ ഒരു ഫാമിലി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ച് വരണം എന്ന് പറയുന്നത്? 2005 ഞാൻ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ എൻജിനീയറിംഗ് കോഴ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 20 years ആയി നിൽക്കുകയാണ്. അന്ന് മുതൽക്ക് തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങിയത്. ബാങ്കിൽ പോലും അതെ, സെയിൽസിൽ കുറെ പോയിട്ടുണ്ട്. ലൈസൻസ് കിട്ടിയ സമയത്ത് അതൊരു ആവേശമായിരുന്നു സെയിൽസിൽ പോവുക. ചിലപ്പോൾ ഏതെങ്കിലും സെയിൽസ്മാൻമാർ ചിലപ്പോൾ നാട്ടിൽ പോണ ഗ്യാപ്പിലൊക്കെ ഞാൻ ചോദിച്ചിട്ട് തന്നെ ഞാൻ ആ റൂട്ട് ഇനി ഞാൻ പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ എനിക്ക് ആ റൂട്ട് പഠിക്കാനും പിന്നെ ഷോപ്പുകളെ പരിചയപ്പെടാനും അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് അതൊരു ഭയങ്കര താല്പര്യമായിട്ട് തന്നെ ഞാൻ ചെയ്തു പോയിരുന്നു. പിന്നെ വിസ എടുക്കും, അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിസ എടുക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തു. പിന്നെ എമിഗ്രേഷനിൽ പോവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പുതിയ ലൈസൻസുകളൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള PRO വർക്കുകളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലും ഓഫീസിലെ കാര്യങ്ങളും അതുപോലെ റെസ്റ്റോറൻറ്റ്സ് നമുക്കുണ്ട്, അതിനെ റീബ്രാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അവിടുത്തെ കുറേ സ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ പതുക്കെ അങ്ങനെ എല്ലാതും ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യാത്ത ഒന്നുമില്ല, ഏരിയ ഒന്നുമില്ല. നമ്മളെ കമ്പനിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ടച്ച് ചെയ്യാത്ത ഏരിയ ഒന്നുമില്ല, എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മളൊരു CEO എന്നുള്ളൊരു പോസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളിപ്പം ഒരുപാട് ബിസിനസിനെ കുറിച്ച് സംസാരിച്ച്, ഫിനാൻസിനെ കുറിച്ച് സംസാരിച്ച്, എങ്ങനെയാണ് ഒരു ബ്രാൻഡ് വളർത്തിക്കൊണ്ട് വന്നത്, ബ്രാൻഡിൻ്റെ ഒരു അക്കൗണ്ടൻ്റായി അല്ലെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് വരെ ഫസലുക്ക പോയ കാര്യം വരെ പറഞ്ഞു. അപ്പം ഇത്രയും ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഫസലുക്കാൻ്റെ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ ഫസലുക്കാൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആരും കാണാത്തൊരു ഫേസ് കൂടെ ശരിക്കും ഇക്കൊക്കെ ഉണ്ട്. ഇക്കൊരു ഗായകനും കൂടിയാണ് അല്ലേ, ഒരുപാട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഗായകൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പിന്നെ പാടാൻ നല്ല താല്പര്യമായിരുന്നു അന്ന്. പിന്നെ നമ്മൾ ബിസിനസ്സിലോട്ടൊക്കെ വന്നപ്പോൾ അതൊക്കെ പതുക്കെ അങ്ങനെ കുറഞ്ഞു വന്നു, അതിനോട്ടുള്ള ടച്ചൊക്കെ വിട്ടു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ എന്താ പറയുക, റിയാലിറ്റി ഷോ ഒക്കെ കുറേ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ട് അങ്ങനെയൊക്കെയാണ് കുറേ കൂടെ നമ്മൾ. പക്ഷേ ഒരു നോർമലായിട്ടുള്ള ഒരു നമ്മൾ ഈ സിനിമ പാട്ടുകൾ പോലെ അല്ലാണ്ട് ഭയങ്കര ക്ലാസിക്കലായിട്ടൊക്കെ. ക്ലാസിക്കൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 2 വർഷത്തോളം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. അതെ, അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ആ ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കുക, പക്ഷേ എന്നിട്ടും ഇതൊന്നും ശരിക്കും നമ്മളധികം ആളുകൾക്ക് അറിയില്ല. ഒരു നെല്ലറ എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ CEO ആണ് ആക്ച്വലി. പക്ഷേ ഈ ഒരു ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ തെളിയിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഈ ഒരു സംഗീതത്തിലും ഒരു ശാസ്ത്രീയപരമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ആണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സരഗമപ ഗമപ ഗമപ ധനിധ പമ ഗമപ ഗമ ഗരേ സാനി ധനിധ പധ പമ പാപ ഗമപ ധനിധ പമ ഗമപ ഗമ ഗരേ സാനി ധനി നിധ പധ പമ പാപ ഗമപ ധനിധ പമ ഗമപ ഗമ ഗരേ സരെ ഗരെ ഗ ഗമ പമ പധ പധ മ പധ പധ നിധ പ മ പധ പമ ഗരേ സരെ ഗമ പ ധ പ മ പ ധനി സാനി ധ പ സാനി ധ പമ ഗരേ സരെ ഗമ പ ഗമ പ ധനി ധ പമ ഗമ പ ഗമ ഗരേ സാനി ധനി ധ പ ധ പമ പ
gama pada ni da pa ma gama pa gama gare sa 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 ni da pa da pa ma pa pa gama pada ni da pa ma gama pa gama gare sa sa re ga gama pa ma pa da ma pa da ni da pa ma gare sa sa re gama pa da pa ma pa da ni sa ni da pa ma gare sa. സൂപ്പർ. ഒരു പക്ഷെ ഒരു ബിസിനസ്സുകാരനായില്ലായിരുന്നെങ്കിൽ ഒരു ഗായകനായിരുന്നു. എത്ര വർഷമാണ് ഇക്ക ശരിക്കും പഠിച്ചിട്ടുള്ളത്? ഞാൻ 2 വർഷം. എവിടെ? എടപ്പാള് തന്നെ. എടപ്പാള് ഒരു വീട്ടില് പോയിട്ട് ഞാൻ ആ ഒരു കഥ പറയോ? അത് ഭയങ്കര രസകരമായ കഥയാണ്. എനിക്ക് ഭയങ്കര രസമാണ്, നിങ്ങൾക്ക് രസമാണെന്ന് അറിയില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ജോയിൻ ചെയ്യുന്നത്. അപ്പം അന്ന് എനിക്ക് സ്വന്തം രീതിയിൽ തന്നെ അങ്ങനെ ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കണം തോന്നുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ വേണ്ടി പഠിക്കുന്ന എന്നെ സംഗീതത്തിന് വിടുമെന്ന് എനിക്ക് ഒരിക്കലും എന്തായാലും വിടില്ല. അങ്ങനെയാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ പോയിട്ട് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ പഠിപ്പിക്കണമെന്ന് മനസ്സിലായി. ഞാൻ അവിടെ പോയിട്ട് പഠിച്ചു. അപ്പോൾ എവിടുന്നാണ് കുട്ടി വരണമെന്ന് വെച്ചപ്പോൾ എടപ്പാള് തന്നെ ആയതുകൊണ്ട് എന്തായാലും വീട്ടുകാരൊക്കെ എന്തായാലും അറിയും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പറയാതിരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ ചോദിച്ചു ആരുടെ മോനാണ്. അവസാനം ഞാൻ ഉപ്പാന്റെ പേര് പറഞ്ഞു. അപ്പോൾ ഉപ്പാന്റെ പേരിൽ കുറെ ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ. അപ്പൊ പിന്നെ അവര് പിന്നെ മൊയ്തുണ്ണി ബാവാന്ന് ഉപ്പാന്റെ പേര്. അപ്പോൾ ബാവക്കാന്ന് വിളിക്കുക. അപ്പൊ ഏത് ബാവാന്റെ മോനാണ് ചോദിച്ചു. അപ്പൊ അവര് തന്നെ കുറെ ബാവ എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ ഉപ്പാന്റെ ബിൽഡിംഗ് ഞങ്ങൾക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് പിന്നെ ഇവിടെ എടപ്പാൾ ടൗണിൽ. അതിന് നേരെ പുറകിലുള്ള വീടായിരുന്നു. അപ്പൊ ഈ ബിൽഡിംഗ് വളരെ അപ്പൊ അങ്ങനെ അത് ഭയങ്കരമായിട്ട് പേടിയൊക്കെ ഉണ്ടായി ആ സമയത്ത് എനിക്ക്. ഭയങ്കര ഇപ്പൊ അത് പറഞ്ഞിട്ട് പ്രശ്നമാകുമെന്നൊക്കെ ഉള്ളൊരു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾ 2 വർഷം എനിക്ക് അവിടെ പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് എടപ്പാള് നമ്മുടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്, എടപ്പാൾ കൊളങ്കര ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ എടപ്പാള് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ നവരാത്രി സംഗീതോത്സവം ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അപ്പൊ ആ സംഗീതോത്സവത്തിന് എനിക്കൊരു അരങ്ങേറ്റത്തിനുള്ളൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഞാൻ ഒരു തവണ അവതരിപ്പിച്ചു അവിടെ. അതാ ഞാൻ 10th സമയത്ത്. ആർക്കും അറിയുന്നില്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ പോയിട്ട് ആരും പറയാതെ പോയിട്ടു. ഈ അരങ്ങേറ്റത്തിന് കയറി ഇറങ്ങുമ്പോൾ ആളുകളുടെ അഭിപ്രായമൊക്കെ എന്തായിരുന്നു? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആ സമയത്ത് ഒരു സമ്മാനമൊക്കെ തന്നു എനിക്ക്, സ്റ്റേജിൽ വിളിച്ച്. ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്ന ഒരു എക്സ്പീരിയൻസ് ശരിക്കും അതാണ്. അല്ല, സ്റ്റേജിൽ സ്കൂളിൽ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ ഒരുപാട് പങ്കെടുക്കാറുണ്ട്. പക്ഷെ ശാസ്ത്രീയ സംഗീതം ഇങ്ങനെ ഒരു അരങ്ങേറ്റം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആണ് അന്ന്. അതെ, അമ്പലത്തിന് മുന്നിൽ തന്നെ സ്റ്റേജ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഇക്ക പാന്റ് ഇട്ടിട്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂല് നമ്മുടെ മാതൃഭൂമിയുടെ ഒരു ചാനലുണ്ട് ക്ലബ് FM, അതില് ഇതുപോലെ അവര് ചോദിച്ചിരുന്നു. അത് അവരെങ്ങനെ ചോദിച്ചത്, ഇപ്പൊ അടുത്താണ് ശരിക്കും പറഞ്ഞ സ്റ്റാഫിന് വരെ നമ്മൾ പാടുന്നൊക്കെ മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിൽ നിന്ന് ആരോ പറഞ്ഞാ തോന്നുന്നു. അപ്പൊ അത് ഭയങ്കര എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ മുണ്ടിട്ട് പാടണം, ഷർട്ട് ഇടണം, അത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ പാന്റും ടീഷർട്ടും ഇട്ടിട്ടാണ്. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല, നമ്മളങ്ങനെ പാടി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന്റെ ശേഷമാണ് ആരോ എൻ്റെ ഫ്രണ്ട് എന്നെ പറഞ്ഞ്, എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയാ പോയത്. അപ്പം ഇവിടെ ആരോ ഇങ്ങനെ പറയണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. പക്ഷെ നല്ലൊരു അനുഭവം വരുന്നത് ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു വേണ്ട, അത് പ്രശ്നമാവും, വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി. 10th പഠിക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട്. ഈ ഒരു ബിസിനസ് ലോകം മാറ്റി നിർത്തി ഈ സംഗീത ലോകത്ത് പിന്നെ എന്തൊക്കെ ആപ്റ്റേഷൻസ് ഉണ്ടായത്? ആരൊക്കെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ വേദികളിൽ പാടാനുള്ള അവസരം അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ വലിയ വേദികൾ മലയാള മനോരമന്റെ ചില വേദികളിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. കോഴിക്കോടും അവിടെയൊക്കെ പോയിട്ട്, അതൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര. പക്ഷെ ആ ഒരു ആവേശമൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പോയി. അന്ന് സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ തന്നെ എല്ലാവരും നമ്മൾ അറിയും. കാരണം പാട്ട് പാടുമ്പോൾ അങ്ങനെയാണല്ലോ ആ സമയത്തുള്ള. ഈ ബിസിനസ് എന്നുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനൊരു ഹോബി ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊറോണന്റെ ഒക്കെ ശേഷമാണ് ഞാൻ ഈ പാട്ട് ഒന്ന് ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കുറച്ച് സമയം ഒന്നിരിക്കും, പണ്ട് പഠിച്ചതൊക്കെ ഒന്ന് നോക്കും.
പിന്നെ നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ ഒരു മാനേജറുണ്ട്. അപ്പോൾ ആളിങ്ങനെ ആൾക്കറിയാം ഞാൻ പാടുന്നൊക്കെ. അപ്പോൾ ആള് തന്നെ റിയാസ് എന്ന പേര്. അപ്പോൾ ആള് എനിക്കൊരാളെ പരിചയപ്പെടുത്തി തന്ന്. അത് കേരളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള രാംദാസ് മാഷ് എന്ന് പറയും, കോഴിക്കോട് ട്രെയിനിങ് കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്ന് ഓൺലൈനിൽ 2ാമത് പഠിത്തം സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കാലം അങ്ങനെ പോയി. പിന്നെ സാറ് കുറച്ച് തിരക്കായി. അതിനുശേഷം പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഫൈസൽ റാസി, ആളായിട്ട് ഞാൻ ഓൺലൈനിൽ വെറുതെ ഒരു മെസ്സേജ് ഇട്ടു, എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ആള് റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ചെയ്ത ആൾക്കറിയൊന്നുമില്ല നമ്മൾ ആരാ അങ്ങനൊന്നും അറിയുന്നില്ല. പിറ്റേ ദിവസം ആള് ഒക്കെ എനിക്ക് സമയമുണ്ട്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ 2 മാസം ക്ലാസ് അങ്ങനെ പോയി ഞങ്ങൾ ഓൺലൈനിൽ. പിന്നെയാണ് നിങ്ങൾക്ക് എന്താ അവിടെ പരിപാടി, ദുബായിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചത്. അറിയില്ലുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നെല്ലറാണ് ബ്രാൻഡ്. അപ്പോഴാണ് മൂപ്പർക്ക് ഇത് മനസ്സിലാവുന്നത്. ഇപ്പൊ പിന്നെ അത് കുറെ കാലം അങ്ങനെ പഠിത്തമൊക്കെ ആയിട്ട് പോയി. ഇപ്പൊ ഒന്ന് ഇതായിട്ടുണ്ട്. ബാക്ക് ടു ബിസിനസ്. നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ നമ്പേഴ്സ് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നും ആയിരിക്കില്ലല്ലോ. അത് വേവി ആവാം, പിന്നെ ലോ ഫേസസ് കൂടെ പലപ്പോഴായിട്ട് നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഇക്ക എൻ്റർ ചെയ്തതിന് ശേഷം 2005 നെല്ലറയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ വലിയ രീതിയിൽ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലപ്പോഴായിട്ടെങ്കിലും എന്താ പറയുക, കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ടി വന്നതായിട്ടും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകാത്തതായിട്ടുള്ള സിറ്റുവേഷൻസും ഒക്കെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളോടെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് അത്രയും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടോ? അതെങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? നമ്മളെ വ്യൂവേഴ്സ് പലരും ബിസിനസ്സിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. പലരും ഇങ്ങനെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്നെ ഇത് മതി, ബിസിനസ് എനിക്ക് പറ്റില്ല, എനിക്ക് പറഞ്ഞ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു 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 അഡ്വൈസ് എന്നുള്ളേക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക, സ്വന്തം എക്സ്പീരിയൻസ്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2008 വേൾഡ് എക്കണോമിക് ക്രൈസിസ് പേരായിട്ട് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ലോകം മൊത്തം, അത് ദുബായിനെ ബാധിച്ചിരുന്നു. ദുബായിനെ അത് ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നല്ല രീതിയിൽ ബാധിച്ചു. പക്ഷെ അത് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കമ്പനികൾ വൈൻഡപ്പ് ചെയ്ത് പോവുകയും എന്താ പറയുക, ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ ലോൺ എടുത്ത ആളുകളും അങ്ങനെ പല രീതിയിൽ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കൊക്കെ പിടിച്ചെടുക്കാൻ പറ്റാതെ ഒക്കെ പോകേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കുറേയും കൂടെ ഒരു എക്സ്പാൻഷൻ മോഡിലോട്ടൊക്കെ വന്നത്. നമുക്കത് ശരിക്ക് ഫിനാൻഷ്യൽ രീതിയിൽ എന്താ പറയുക, നമുക്കത് ബെനിഫിറ്റ് ആക്കി എടുക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ 2015 ഇതുപോലെ തന്നെ നമുക്ക് ഒരു ക്രൈസിസ്, നമുക്കെന്ന് വെച്ചാൽ ദുബായിൽ GCC മൊത്തം എന്ന് തന്നെ പറയാം, ഒരു ക്രൈസിസ് വന്നിരുന്നു. ആ സമയത്തും ഇതുപോലെ നമ്മൾ കുറേ കൂടെ നമ്മൾ ഡിസിപ്ലിൻ ആവുകയാണ് ചെയ്തത്. കുറേ കൂടെ നമ്മൾ നമ്മുടെ എന്താ പറയുക ക്രൈറ്റീരിയാസ് കൂടുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, കുറേ കൂടെ അധികം കാര്യങ്ങൾ. അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു സെയില് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ സിസ്റ്റം കുറേ കൂടെ എന്താ പറയുക ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചെയ്ത കാര്യം. ലൈഫിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ മാറ്റി നിർത്തിയ ജീവിതത്തിൽ ഏറ്റവും ലോ ഫേസിലൂടെ കടന്നുപോയ സമയം ഏതാണെന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ജീവിതത്തിൽ ബിസിനസ്സിലാണോ ഉദ്ദേശിച്ചത്? അല്ല, ലൈഫിൽ എന്താ പറയാ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ തോന്നുന്നില്ല. ഒരു ഇങ്ങനെയുള്ളൊരു ഇപ്പോൾ ലോ ഫേസസിലൂടെ കടന്നു പോകുന്ന ഒരു ബിസിനസ്മാനോട് ശരിക്കും എന്തായിരിക്കും പറയാനുണ്ടാവുക, ഒരു അഡ്വൈസ് എന്നുള്ള നിലയ്ക്ക്? നമുക്ക് ബിസിനസ്സിൽ ഡിസിപ്ലിൻ തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. സെയിൽ നമുക്ക് എത്രയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു സെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് കുറേയും കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു. അപ്പം ശരിക്കും
നമുക്ക് മ്യൂസിക്കിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ പണ്ടത്തെ ആളുകൾ, നമ്മളൊക്കെ ചെറുപ്പമുള്ള സമയത്ത് ആളുകൾ അച്ഛന്മാരൊക്കെ പറയും ഇതൊക്കെയാണ് പാട്ട്, പണ്ട് 90s പാട്ടൊക്കെ ആയിരുന്നു പാട്ട്. ആ സമയത്തുള്ള ആളുകൾ പറയും ഇപ്പോഴത്തെ പാട്ടിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എത്തുമ്പം ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നുണ്ട് ഇതാണ് പാട്ട്, അയ്യോ എന്ത് അടിപൊളി വരികളാണ്, ഇപ്പോഴത്തെ ഈ പാട്ടിനാണ് നല്ല രീതിയിലുള്ള മീനിങ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ കുറച്ച് അങ്ങനെ ഒരു വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ ശരിക്കും മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ സ്റ്റൈലിൽ ബിസിനസ് നടത്തുന്ന രീതികളിലൊക്കെ ഇപ്പം പണ്ടും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോയിട്ട് ഓർഡർ എടുത്തു കൊണ്ടുവരണം. അത് കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ എടുക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. ഇപ്പം അതും മാറി നമുക്ക് വാട്സപ്പിൽ ഓർഡർ എടുക്കാവുന്ന ഒരു സിറ്റുവേഷനിലെത്തി. പിന്നെ ഇനി ഇപ്പോൾ അതുമല്ല, അതും കഴിഞ്ഞപ്പോൾ ഇ-കൊമേഴ്സിലോട്ട് ഇപ്പോൾ നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. malabarspices.com എന്നാണ് അതിൻ്റെ പേര്. നെല്ലറ മാത്രമല്ല, നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളും കോമൺലി എല്ലാ ഐറ്റംസും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് വേറെ തന്നെ ഡിവിഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈനിൽ നമുക്ക് തന്നെ കയറി ഓർഡർ ചെയ്യാവുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ എത്തി. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ടെക്നോളജി നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ട് കുറേ കൂടെ കൺട്രോൾ ചെയ്യാനും കഴിയും ബിസിനസ്സിനെ. ഒപ്പം തന്നെ നമുക്ക് പിന്നെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ് പറയാനുള്ളത്. 2004 നെല്ലറ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് നെൽസ്റ്റി ഉണ്ടായി, നെല്ലറ റെസ്റ്റോറൻറ്റ് ഉണ്ടായി, അങ്ങനെ ഒരുപാട് സബ്സിഡറി ബ്രാൻഡ്സ് ഇപ്പോൾ ഉണ്ട്. ശരിക്കും എല്ലാ ബ്രാൻഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഒരു സിസ്റ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ബ്രാൻഡുകളാണ് ആക്ച്വലി ഇപ്പോൾ RF കമ്പൈൻ്റെ കീഴിലുള്ളത്? RF കമ്പൈൻ ലിമിറ്റഡ്, അതാണ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പേര്. ഓക്കെ, ദുബായിലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് മെയിൻ ബ്രാൻഡ് നെല്ലറ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ അതുപോലെ അറബ്സിനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മൽഹാർ എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് റീറ്റെയിൽ ഷോപ്പുണ്ട്. ഫിൽഫിൽ എന്നാണ് അതിൻ്റെ പേര്. ഫിൽഫിൽ എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. മുളക് എന്നാണ് അതിൻ്റെ അർത്ഥം. അതെ, അപ്പോൾ ചില്ലി എന്നർത്ഥം വരുന്ന ഫിൽഫിൽ അതൊരു റീറ്റെയിൽ ഷോപ്പാണ്. അത് നമ്മുടെ എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ഐറ്റംസ് മാത്രം സെല് ചെയ്യുന്ന, അല്ല അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഒപ്പം നട്ട്സും എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഡിവിഷൻ ഉണ്ട്. അതിൽ നെല്ലറ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ നെൽസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൽ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതിന് വേറെ തന്നെ ഡിവിഷൻ ഉണ്ട്. ഫ്രാഞ്ചൈസി ഓപ്ഷൻസ് ഓപ്പൺ ആണ് ഇപ്പോൾ? ഓപ്പൺ ആണ്. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ കോഫി ഷോപ്പ് നെൽസ് കഫേ നമ്മൾ പിന്നെ ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്ത് മലപ്പുറത്തിന്റെ എൻഡ്, തൃശ്ശൂരിന്റെ ബോർഡർ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇത്രയും സബ്സിഡറീസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ നെല്ലറ മാത്രം ചെയ്തിരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുക, ഒരു വേർട്ടിക്കലിൽ മാത്രം നിന്നുകൊണ്ടാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ റെസിപ്പി പൗഡേഴ്സിന് പല ടൈപ്പ് ഓഫ് പൗഡേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും കമ്പനീസൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, അതും UAE-ലുണ്ട്, പല കൺട്രീസിലുണ്ട്, കേരളത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ സിസ്റ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ശരിക്കും ഇത്രയും കമ്പനീസ് റൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഓരോരോ ഡിവിഷനാണ്. നെല്ലറ ഡിവിഷൻ സെപ്പറേറ്റ് ആണ്, മൽഹാർ ഡിവിഷൻ സെപ്പറേറ്റ് ആണ്. നെല്ലറയിൽ തന്നെ നമ്മുടെ ഫ്രഷ് ഫുഡ് RTC ഡിവിഷൻ സെപ്പറേറ്റ് ആണ്. പിന്നെ റെസ്റ്റോറൻറ്റ് ഡിവിഷൻ സെപ്പറേറ്റ് ആണ്. അതുപോലെ ഈ നെൽസ് കഫേ എന്ന് പറയുന്ന കോഫി ഷോപ്പിന്റെ ഡിവിഷൻ അത് സെപ്പറേറ്റ് ആണ്. എല്ലാം വേറെ വേറെയാണ്. ഇതിനൊക്കെ മാനേജേഴ്സും എല്ലാം സെപ്പറേറ്റ് മാനേജേഴ്സാണ്. ഫിനാൻസിലേക്ക് വരുമ്പോൾ അത് എല്ലാം ഒരൊറ്റ ടീമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫിനാൻസിലോട്ട് വരുമ്പോൾ പക്ഷെ അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലോട്ട് എല്ലാം വേറെ തന്നെയാണ്, വേറെ ടീമാണ്. ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യുന്നതും വേറെ തന്നെ ടീമാണ്. കോർപ്പറേറ്റ് ഓഫീസ് ദുബായിയാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്പ് ചെയ്തൊരു കമ്പനി എന്നുള്ളതായിരിക്കും. നിങ്ങൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. നിങ്ങൾ മെല്ലെ ഗ്രോ ചെയ്ത് വന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗ്രോ ചെയ്ത് വന്നപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണോ ഇപ്പം പല
സബ്സിഡറി ബ്രാൻഡ്സിലിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി പുതിയ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആളുകളെ ഹയർ ചെയ്തതായിരുന്നു? എങ്ങനെയായിരുന്നു ഹ്യൂമൻ റിസോഴ്സിൻ്റെ പാട്ട്? നമ്മളെ കൂടെ തുടക്കം മുതൽ വന്ന ആളുകളൊക്കെ ഇപ്പോഴും നമ്മളെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ പിന്നെ ജോലി മതിയാക്കി പോകുന്നത് വളരെ അപൂർവമാണ്. പിന്നെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ പോകുന്നല്ലാതെ കൂടുതലും വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ നാട്ടിലും അവസരമുണ്ടല്ലോ അല്ലേ? അതെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ പിന്നെ മാനേജർ ഇതേപോലത്തെ നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ ജോയിൻ ചെയ്ത അങ്ങനെ ആൾക്കാരുണ്ട്. ഒരു മാനേജറല്ല, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ടൊക്കെ. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരണം താല്പര്യം കൊണ്ട് വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. നാട്ടിലേക്കൊക്കെ ഇനി വലിയ രീതിയിൽ ഒരു എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുമ്പം ഒരു മാർക്കറ്റിംഗ് ഒക്കെ അത്ര അഗ്രസീവായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ബ്രാൻഡ് അംബാസഡറൊക്കെ വെക്കാനൊക്കെ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇതിനു മുന്നേ അങ്ങനെ എന്തെങ്കിലും അറ്റംപ്റ്റ്? ഇതിൻ്റെ മുന്നേ നമുക്ക് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കുറേ സബ്സിഡറീസ് ഉണ്ട്, ഇന്ത്യയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു, RTC നല്ല രീതിയിൽ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പം ഇനി അടുത്തൊരു 5 year 10 year പ്ലാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ RF കമ്പനിയുടെ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്? RF കമ്പനിയുടെ അണ്ടറിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ ബ്രാൻഡിനും ഡിഫറെൻറ്റ് ടീമുകളാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാ ബ്രാൻഡുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ വലിയൊരു വർക്ക് നടക്കുന്നുണ്ട്. അതിൽ റീറ്റെയിൽ ഷോപ്പിൻ്റെ എക്സ്പാൻഷൻ നമ്മളെ മുന്നിലുള്ള വലിയൊരു പ്ലാനാണ്. അതുപോലെ തന്നെ കോഫി ഷോപ്പിൻ്റെതും, അതുപോലെ നെല്ലറ തന്നെ നമുക്ക് കേരളത്തിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എല്ലാ ബ്രാൻഡുകളും നമ്മൾ RF കമ്പനിയുടെ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകൾക്കും എക്സ്പാൻഷൻ സാധ്യതകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലേക്ക് എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദുബായിലുള്ള അതേ ക്വാളിറ്റി തന്നെയാണ് ഇവിടെ ഡെലിവറി ചെയ്യുക? തീർച്ചയായിട്ടും. കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് പറയുക, നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഓരോ സാധനം പർച്ചേസ് ചെയ്യുന്നത്, ഇപ്പോൾ പെപ്സി ആണെങ്കിലും അങ്ങനെയുള്ള പല ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല, നമ്മളിപ്പോൾ എന്ത് ഫുഡ് കഴിച്ചാലും നാട്ടിൽ വന്ന് ടേസ്റ്റ് ചെയ്യുമ്പം അത് വലിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവുന്നത് ശരിക്കും? നെല്ലറിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ച് കഴിച്ചാലും ദുബായിൽ നിന്ന് മേടിച്ച് കഴിച്ചാലും ഒരേ ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ. നമ്മുടെ ഫാക്ടറി നമുക്ക് നാട്ടിലുണ്ട്, നാട്ടിലത്തെ ഫാക്ടറി എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതേ സാധനം തന്നെയാണ് നാട്ടിലേക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റിലൊക്കെ നമ്മൾ ഈ വൈസപ്പ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയ ബിസിനസ് ഓണേഴ്സിനൊക്കെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അതൊക്കെ ഒരു ഡ്രീമായിരുന്നു. ബട്ട് ഫൈനലി ഒരു 15-18 എപ്പിസോഡ്സ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ഓണറിനെ കിട്ടിയതിൽ, ഞങ്ങളെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു ഒരു ബ്രാൻഡിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ള ഒരു ക്ലീശ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അതിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ അത് വളരെ വൃത്തിക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു പാരമ്പര്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഈ ഒരു RF കമ്പനി എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ട്. നെല്ലറ പോലുള്ള ഒരു ബ്രാൻഡിനെ ഇത്രയും വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എന്തായിരിക്കും ഫസ്റ്റിലേക്കൊക്കെ എന്താണ് പറയാനുള്ളത്? അവർ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോയാലായിരിക്കും അവർക്ക് ഫർദർ എക്സ്പാൻഷൻ പോസിബിൾ ആവുക, സ്കെയിലിംഗ് അപ്പ് പോസിബിൾ ആവുക? അവരുടെ ബ്രാൻഡ് അല്ലെങ്കിൽ അവരുടെ കമ്പനി എവിടെയാണോ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ട് മാക്സിമം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അതിന് ശേഷം മാത്രം അവർ അടുത്ത കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തെ കുറിച്ച് അവർ ആലോചിക്കാം. ഇതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ പരമാവധി നമ്മളുടെ എന്താണോ നമ്മൾ ചെയ്യുന്ന ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ഗ്രോത്ത് വൈസ് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാന്നോ പലരുടെയും പല രീതിയിൽ പല കാഴ്ചപ്പാടായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.